ഹലോ, വെൽക്കം ടു ഇൻസൈറ്റ് പോയിൻറ്റ്. തേർഡ് മൊഡ്യൂളിൻ്റെ ഫൈനൽ പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. റീസെൻറ്റ് ട്രെൻഡ് ഇൻ ഓഡിറ്റിംഗ്, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ന്യൂ ജനറേഷൻ ഓഡിറ്റ് എന്താണ്? ന്യൂ ജനറേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് അപ്രോച്ചാണ്. 4 തരത്തിലുള്ള ന്യൂ ജനറേഷൻ ഓഡിറ്റാണ് ഉള്ളത്, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഓഡിറ്റ് മെയിൻലി 4 ടൈപ്പാണ് ഉള്ളത്. 1 ഇൻഫ്ലേഷൻ ഓഡിറ്റ്, 2 ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്, 3 സോഷ്യൽ ഓഡിറ്റ്, 4 എനർജി ഓഡിറ്റ്. ഇതൊക്കെയാണ് ന്യൂ ജനറേഷൻ ഓഡിറ്റ്. ഇവ ഓരോന്നും ഡീറ്റെയിൽഡായി നോക്കാം. ന്യൂ ജനറേഷൻ ഓഡിറ്റ്, അതായത് ന്യൂ കോൺസെപ്റ്റ്സ് ഇൻ ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ പുതിയ കോൺസെപ്റ്റ്സ് ആണ് ഇൻഫ്ലേഷൻ ഓഡിറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്, എനർജി ഓഡിറ്റ്. ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഓഡിറ്റ് നോക്കാം. എന്താണ് ഇൻഫ്ലേഷൻ ഓഡിറ്റ്? It is a review or examination of an organization's financial statements and records to assess the impact of inflation on its financial performance and position. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിലും പൊസിഷനിലും ഇൻഫ്ലേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് അസസ് ചെയ്യുന്നതിന് വേണ്ടി ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും റെക്കോർഡ്സും എക്സാമിൻ ചെയ്യുകയോ റിവ്യൂ ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ഇൻഫ്ലേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് എന്ന് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് ഈസ് ദി സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ് ടു എൻഷ്യൂർ ഇഫക്റ്റീവ്നെസ് ആൻഡ് കംപ്ലയൻസ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്? ഒരു ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസസ് ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായി റിവ്യൂ ചെയ്യുന്നതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇഫക്റ്റീവ്നെസ്സും കംപ്ലയൻസും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സോഷ്യൽ ഓഡിറ്റ്. എ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻസ് സോഷ്യൽ ഇമ്പാക്റ്റ്, പെർഫോമൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. എന്താണ് സോഷ്യൽ ഓഡിറ്റ്? ഒരു ഓർഗനൈസേഷൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്, സോഷ്യൽ പെർഫോമൻസ്, സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്, പെർഫോമൻസ്, അക്കൗണ്ടബിലിറ്റി ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് സോഷ്യൽ ഓഡിറ്റ്. ലാസ്റ്റ് വണ്ണാണ് എനർജി ഓഡിറ്റ്. എനർജി ഓഡിറ്റ് ഈസ് ആൻ ഇവാലുവേഷൻ ടു ഐഡൻറ്റിഫൈ വേസ് ടു റെഡ്യൂസ് എനർജി കൺസംഷൻ ആൻഡ് കോസ്റ്റ്. എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഇവാലുവേഷനാണ്. എന്തിനു വേണ്ടിയുള്ള ഇവാലുവേഷനാണ്? എനർജി കൺസംഷനും കോസ്റ്റും റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വേസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇവാലുവേഷനാണ് എനർജി ഓഡിറ്റ്. അതായത് എനർജി കൺസംഷൻ അതുപോലെ തന്നെ കോസ്റ്റ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യണം. അങ്ങനെ റെഡ്യൂസ് ചെയ്യാനുള്ള വഴികൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെയുള്ള വേസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഇവാലുവേഷൻ നടത്തുന്നതിനെയാണ് എനർജി ഓഡിറ്റ് എന്ന് പറയുന്നത്. ന്യൂ ജനറേഷൻ ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് പിയർ റിവ്യൂ. ഇറ്റ് ഈസ് എൻ ഓഡിറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് പെർഫോമൻസ്. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ അനദർ ഓഡിറ്റിംഗ് ഫേം ഓതറൈസ്ഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ. പിയർ റിവ്യൂ എന്ന് പറയുന്നത് ഓഡിറ്റേഴ്സിൻ്റെ പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ്. ഓഡിറ്റേഴ്സിൻ്റെ പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യുന്നതാണ് പിയർ റിവ്യൂ. ഇവിടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് മറ്റൊരു ഓഡിറ്റിംഗ് ഫേമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ ഓതറൈസ് ചെയ്യുന്ന ഓഡിറ്റിംഗ് ഫേമാണ് ഇവിടെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് പിയർ റിവ്യൂ ചെയ്യുന്നത്? അല്ലെങ്കിൽ പിയർ റിവ്യൂവിൻ്റെ എയിം എന്താണ്? ഓഡിറ്റേഴ്സിൻ്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഓഡിറ്റേഴ്സിൻ്റെ കെയർ ഇമ്പ്രൂവ് ചെയ്യിക്കാനും ഓഡിറ്റ് വർക്കിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കാനും വേണ്ടിയാണ് പിയർ റിവ്യൂ ചെയ്യുന്നത്. ഓഡിറ്റേഴ്സിൻ്റെ സ്കില്ലും കെയറും ഓഡിറ്റ് വർക്കിൻ്റെ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് പിയർ റിവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ഇയർ. കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഏപ്രിൽ 1 ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 135 അനുസരിച്ച് എല്ലാ കമ്പനീസും 500 കോടിയോ അല്ലെങ്കിൽ അതിന് മേലെയോ നെറ്റ്വർത്തുള്ള അല്ലെങ്കിൽ
1000 കോടിയോ അതിന് മേലെയോ ടേൺ ഓവറുള്ള അല്ലെങ്കിൽ 5 കോടിയോ അതിൻ്റെ മേലെയോ നെറ്റ് പ്രോഫിറ്റുള്ള എല്ലാ കമ്പനീസും ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇങ്ങനെ അവർക്ക് നെറ്റ് വर्थോ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ടേൺ ഓവറോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിർബന്ധമായും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാണ് ഈ ഒരു ടേം പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏതൊരു കമ്പനിക്കാണെങ്കിലും 500 കോടിയോ അതിന് മേലെയോ നെറ്റ് വർത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 1000 കോടിയോ അതിന് മേലെയോ ടേൺ ഓവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 കോടിയോ അതിന് മേലെയോ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഇന്ത്യൻ റുപ്പിയിലാണ്, ഇങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായും ആ കമ്പനി ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം എന്നാണ് സെക്ഷൻ 135 ഓഫ് കമ്പനീസ് ആക്ട് പറയുന്നത്. നെക്സ്റ്റ്, റെസ്ട്രിക്ഷൻ ടു കമ്പനി ഓഡിറ്റേഴ്സ്. കമ്പനി ഓഡിറ്ററിൻ്റെ റെസ്ട്രിക്ഷൻസ് ആണ് ഈ ടേം പറയുന്നത്. ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ് ഇങ്ങനെയുള്ള സർവീസസ് റെൻഡർ ചെയ്യാൻ ഓഡിറ്ററിന് സാധ്യമല്ല. അതായത് ഇങ്ങനെയുള്ള സർവീസസ് റെൻഡർ ചെയ്യുന്നതിൽ ഓഡിറ്ററിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഏതൊക്കെ സർവീസസ് ആണ്? ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ്. ഇത് നേരിട്ടിട്ടോ അല്ലാതെയോ കമ്പനീസിൽ ചെയ്യാൻ പാടില്ല. ഹോൾഡിംഗ് കമ്പനിയിലും ചെയ്യാൻ പാടില്ല, സബ്സിഡിയറി കമ്പനിയിലും ഓഡിറ്ററിന് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് വണ്ണാണ് ഇൻറ്റേർണൽ ഓഡിറ്റ്. കമ്പനീസ് ആക്ട് 2013 പറയുന്നത് നിർബന്ധമായും ഇൻറ്റേർണൽ ഓഡിറ്റ് ഒരു കമ്പനി ചെയ്തിരിക്കണം എന്നാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ് ഇൻറ്റേർണൽ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെയാണ് ഇൻറ്റേർണൽ ഓഡിറ്ററായി കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS. ലോകം മുഴുവനുള്ള എല്ലാ കൺട്രീസിലും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് IFRS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഓഡിറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പം IFRSനെ പറ്റി ക്ലിയർ നോളജ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വണ്ണാണ് ഫോറൻസിക് ഓഡിറ്റ്. A forensic audit is a detailed examination and evaluation of a firm or individual's financial and non-financial records to collect evidences that can be used in a court of law or legal proceedings. എന്താണ് ഫോറൻസിക് ഓഡിറ്റ്? ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതുമായ റെക്കോർഡ്സിൻ്റെ ഡീറ്റെയിൽഡ് എക്സാമിനേഷനും ഇവാലുവേഷനും നടത്തുന്നതിനെയാണ് ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇവിടെ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ നടത്തുന്നത്? എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് എവിഡൻസ്? കോർട്ടിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സിന് യൂസ് ചെയ്യാനാണ് എവിഡൻസ്. അതായത് കോർട്ടിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയോ ലീഗൽ പ്രൊസീഡിങ്സിന് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയോ എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതുമായ റെക്കോർഡ്സിനെ ഡീറ്റെയിൽഡായിട്ട് എക്സാമിനേഷൻ നടത്തുകയും ഇവാലുവേഷൻ നടത്തുകയും ചെയ്യുന്നതിനെയാണ് ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. വൺ നേഷൻ വൺ ടാക്സ് സിസ്റ്റം, അതാണ് GST. ഒരു രാജ്യത്തിൽ ഒരു ടാക്സ് സിസ്റ്റം. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിലും GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സും ഫോളോ ചെയ്യുന്നത് GST ആണ്. ഇന്ത്യയിലെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിനും വേണ്ടിയുള്ള യൂണിഫോം ടാക്സ് സിസ്റ്റമാണ് GST. ലാസ്റ്റ് വൺ AI ഫോർ ഓഡിറ്റ് ടെക്നിക്സ്. നമുക്കറിയാം ഇന്ന് എല്ലാ ഫീൽഡിലും AI യൂസ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നിക്സ് ഫിനാൻഷ്യൽ ഓഡിറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ ഏജിൽ AI ഓഡിറ്റും ടെക്നിക്സിന് വളരെയധികം പോപ്പുലാരിറ്റി വേൾഡ് വൈഡിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഗ്ലോബൽ ഓർഗനൈസേഷൻ AI ഓഡിറ്റിംഗ് ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു AI ആണെങ്കിൽ നിർബന്ധമായും എത്തിക്കലായിരിക്കും, ഇൻക്ലൂസീവ് ആയിരിക്കും. റീസെൻറ്റ് ട്രെൻഡ് ഇൻ ഓഡിറ്റിംഗ്, ഇതായിരുന്നു ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്. ഈ ടോപ്പിക്കിൽ ന്യൂ ജനറേഷൻ ഓഡിറ്റ് എന്താണ്, ന്യൂ ജനറേഷൻ ഓഡിറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, ന്യൂ ജനറേഷൻ ഓഡിറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതോടെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന സബ്ജക്റ്റിൻ്റെ 3rd മൊഡ്യൂളിൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്